കഥയുടെ തുടക്കത്തിൽ ഒരു നോർവീഗിയൻ മത്സ്യത്തൊഴിലാളി രാവിലെ തന്നെ സമുദ്രത്തിൽ മത്സ്യം പിടിക്കാൻ പുറപ്പെടുന്നു. ശരിയായ സ്ഥലം കിട്ടിയപ്പോൾ അവൻ വലയെറിയുന്നു. പക്ഷേ സമയമായപ്പോൾ വല പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്നെന്തോ തകരാറ് സംഭവിക്കുന്നു. അവൻ എത്ര ശക്തി ഉപയോഗിച്ചാലും വല അനങ്ങുന്നത് പോലുമില്ല. അടുത്ത നിമിഷം ഒരു അജ്ഞാത ശക്തി അവനെ നേരെ സമുദ്രത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അവന്റെ കയ്യിൽ പിടിച്ചിരുന്ന വലയും പതുക്കെ താഴേക്ക് മുങ്ങാൻ തുടങ്ങുന്നു. അവൻ ധൈര്യം സഞ്ചയിച്ച് മുങ്ങുന്നു. കത്തിയെടുത്ത് വല മുറിക്കാൻ പോകുമ്പോഴാണ് മുകളിൽ നിന്നൊരു ഇരുട്ടുപോലെ തോന്നുന്നത്. മുകളിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ഹോഷ് പറന്നുപോകുന്നു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൻ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണമായും അപ്രത്യക്ഷനാകുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു ശൂന്യമായ ബോട്ട് മാത്രം സമുദ്രത്തിന്റെ നടുക്ക് അവശേഷിക്കുന്നു. പക്ഷേ വിചിത്രമായ സംഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ ഏകദേശം 30 ടൺ ഭാരമുള്ള ഒരു ടൈഗർ ഷാർക്കിന്റെ മൃതദേഹം രഹസ്യമായ രീതിയിൽ സമുദ്രതീരത്ത് കണ്ടെത്തുന്നു. അതിന്റെ ശരീരം ഭയാനകമായി മുറിവേറ്റിരിക്കുന്നു. സമുദ്രജീവികളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന 2 അന്വേഷകർ ഞെട്ടിപ്പോകുന്നു. ചോദ്യമുയരുന്നു, ആരാണ് സമുദ്രത്തിന്റെ ഈ രാജാവിനെ കൊല്ലാൻ പോലും അത്ര ശക്തനായത്? ലിയോണിന്റെ മനസ്സിൽ ആദ്യം സംശയം പോകുന്നത് അടുത്തുള്ള മത്സ്യത്തൊഴിലാളികളിലേക്കാണ്. അവരൊരു വൃദ്ധ മത്സ്യത്തൊഴിലാളിയെ കാണാൻ പോകുന്നു. ലിയോൺ തന്റെ ഉദ്ദേശം പറയുമ്പോൾ വൃദ്ധൻ ഒന്നും മിണ്ടാതെ അവരെ തുറമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ഒരു ചെറിയ ബോട്ട് കാണാം. അതിന്മേൽ ടൈഗർ ഷാർക്ക് ആക്രമണം നടത്തിയിരുന്നു. അതേ രാത്രി പുലരുന്നതിനു മുൻപ് തന്നെ ഷാർക്ക് അവരെ ആക്രമിച്ചിരുന്നു. സാധാരണയായി ശാന്തമായിരിക്കുന്ന ടൈഗർ ഷാർക്ക് ആ ദിവസം തികച്ചും ഭ്രാന്തന്മാരെ പോലെയായിരുന്നു. അത്ര വലിയ ഷാർക്കും അത്ര ചെറിയ ബോട്ടും. ജീവൻ രക്ഷിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിക്കുന്നതിനു പുറമെ മറ്റൊരു വഴിയില്ലായിരുന്നു. പക്ഷേ അത്രമാത്രം ചെയ്തതൊരു മുതിർന്ന ടൈഗർ ഷാർക്കിനെ കൊല്ലാൻ മതിയായിരുന്നില്ല. വ്യക്തമായിരുന്നു, അതിന്റെ മരണത്തിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. വൃദ്ധ മത്സ്യത്തൊഴിലാളി പോയതിനു ശേഷം ലിയോണിന്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകുന്നു. ആഖിർ ടൈഗർ ഷാർക്കുകൾ പെട്ടെന്ന് മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങിയതെന്തുകൊണ്ട്? രാത്രിയാകുമ്പോൾ സമുദ്രത്തിനടിയിൽ നിരീക്ഷണം നടത്തുന്ന ചാർലിയും എന്തോ തകരാർ അനുഭവപ്പെടുന്നു. സമുദ്രത്തിൽ ഘടിപ്പിച്ച ബോയിൽ നിന്ന് മുന്നറിയിപ്പ് സിഗ്നൽ വരാൻ തുടങ്ങുന്നു. അതിനാൽ സാഹചര്യം കാണാൻ അവൻ സ്വയം വെള്ളത്തിലിറങ്ങുന്നു. പെട്ടെന്ന് കാരണം മുന്നിൽ വരുന്നു. ഡിറ്റക്ടർ ഒരു മത്സ്യപിടുത്ത വലയിൽ കുടുങ്ങിയിരിക്കുന്നു. അവൻ വല തുറക്കാൻ പോകുമ്പോൾ അടുത്തുനിന്നൊരു വിചിത്രമായ ശബ്ദം കേൾക്കുന്നു. അവൻ പേടിക്കുന്നു. വേഗം വല തുറന്ന് ഡിറ്റക്ടർ പിടിച്ച് ഉപരിതലത്തിലേക്ക് നീന്താൻ തുടങ്ങുന്നു. വെള്ളത്തിൽ നിന്ന് പുറത്തു കയറുമ്പോൾ ഇത്തവണ ഒരു അപകടവും സംഭവിക്കുന്നില്ല. അവൻ സുരക്ഷിതമായി ബോട്ടിൽ കയറുന്നു. എങ്കിലും അവൻ ശക്തമായി ശ്വസിക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് മരണത്തെ തൊട്ട് തിരിച്ചുവന്ന പോലെ തോന്നുന്നു. പക്ഷേ അവന്റെ ജോലി ഇനിയും തീർന്നിട്ടില്ല. കാരണം ഡിറ്റക്ടർ വീണ്ടും സമുദ്രത്തിൽ ഇറക്കേണ്ടതുണ്ട്. ഇത്തവണ അവൻ തന്റെ ബോയ്ഫ്രണ്ടിനെ സഹായത്തിന് വിളിക്കുന്നു. ശരിയായ സ്ഥലം തീരുമാനിച്ച ശേഷം ഇരുവരും ചേർന്ന് ഡിറ്റക്ടർ താഴേക്കിറക്കുന്നു. തിരിച്ചു വരാൻ പോകുമ്പോഴാണ് ചാർലിയുടെ ബോയ്ഫ്രണ്ടിന്റെ ശ്രദ്ധ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ